ആയിരിക്കാം പ്രാർത്ഥന. സ്വർഗം തന്നെ സിംഹാസനവും ഭൂമി പാദപീഠമായി വാണിടുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ രാവിലെ സമയത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. വചനം സംസാരിക്കുന്ന അടിയന്റെ നാവോടുകൂടെ ഇരിക്കണം. കേൾവിക്കാരായ ഓരോരുത്തരെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ചോദിച്ചറിയ നന്മകളാൽ നിറയ്ക്കണം. സർവമാനവും മഹത്വവും അങ്ങേക്ക് തന്നെ ഏൽപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം ദൈവ പിതാവേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന സഭ അധ്യക്ഷൻ, ചർച്ച് സ്ക്വയർ അംഗങ്ങളെ, സൺഡേ സ്കൂൾ സെക്രട്ടറി, സംഘടനാ ഭാരവാഹികൾ, സഭയിലായിരിക്കുന്ന ഓരോ വിശ്വാസികൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അനന്തത്തിൽ നിന്നും അവനിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന വീണ്ടും വരുന്ന ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ഞായർ മുതൽ ഈ ഞായർ വരെ നമ്മൾ BBS ആയിട്ട് ആഘോഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ഞായർ തുടങ്ങി ഇന്നലെ 7ാമത്തെ ദിവസം വരെ, സമർപ്പണ ദിവസം വരെ നമ്മൾ സന്തോഷത്തോടു കൂടി ഇവിടെ ആയിരുന്നു. ഇന്നേ ദിവസം അതിൻ്റെ ഫൈനൽ ഡേ ആയിട്ടാണ് നാം കൂടി വന്നിരിക്കുന്നത്. BBSന്റെ 2024 ചിന്താവിഷയം എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ വളരാം എന്നതാണ്. ഇസ്രായേലിന്റെ രാജാവായ ജ്ഞാനിയായ ശലോമോന്റെ വാക്കുകളിൽ സദൃശവാക്യം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധരെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് സദൃശവാക്യത്തിലാണ് കൂടുതലായി രേഖപ്പെടുത്തി കാണുന്നത്. ജ്ഞാനം നേടുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ടെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. ജ്ഞാനം നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു, നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നു, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ആത്മീയ വളർച്ചയിലും ദൈനംദിന ജീവിതത്തിലും ജ്ഞാനത്തിന്റെ സുപ്രധാന പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ജ്ഞാനത്തിൽ വളരാം എന്ന വിഷയത്തിൽ നിന്നുമാണ് നാം ഇത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജ്ഞാനത്തിൽ വളരാനുള്ള നമ്മുടെ അന്വേഷണത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനപരമായ പങ്ക് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. സങ്കീർത്തനം 19-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, സങ്കീർത്തനം 19:7, അവിടെ ഇങ്ങനെ കാണുന്നു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്ന്. നമുക്ക് ലഭിക്കുന്ന ഈ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ദൈവവചനമാണ് നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുന്നത് എന്നും ഈ വചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നു. തുറന്ന ഹൃദയത്തോടും മനസ്സോടും കൂടി നാം അന്വേഷിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ജ്ഞാനം പൂർണ്ണമായി ലഭിക്കുന്നത്. തിരുവെഴുത്തുകൾ നോക്കുമ്പോൾ സദൃശവാക്യം, സങ്കീർത്തനം, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ എന്നിവയുൾപ്പെടെ ജ്ഞാനത്തെക്കുറിച്ച് സാഹിത്യത്തിന്റെ സമ്പൂർണ്ണത കാണുന്നത് വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഗ്രന്ഥങ്ങൾ ജീവിത വെല്ലുവിളികളെ മറികടക്കുന്നതിനും വിനയം, സമഗ്രത, അനുകമ്പ തുടങ്ങിയ ഗുണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നട്ടു വളർത്തുന്നതിനും ഈ ജ്ഞാനം നമ്മെ സഹായിക്കുന്നതാണ്. യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവവചനത്തിൽ വേരൂന്നിയതാണ് എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായും നമ്മുടെ പാതയിലേക്ക് നയിക്കുന്ന വെളിച്ചമായുമാണ് ഈ വചനങ്ങൾ തീരുന്നത്. നാം ഉത്സാഹത്തോടെ തിരുവെഴുത്തുകൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ നവീകരണത്തിൽ നാം രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ജ്ഞാനം തേടുന്നതിനുള്ള വഴി ലളിതമായി വിവരിക്കുന്ന ഭാഗമാണ് സദൃശ്യവാക്യങ്ങൾ. സദൃശ്യവാക്യം 1-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ ജ്ഞാനത്തെക്കുറിച്ചാണ് കൂടുതലായി കാണുന്നത്. ശലോമോൻ ജ്ഞാനി വളരെ നല്ല രീതിയിലാണ് ജ്ഞാനത്തെ പറ്റി അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശലോമോൻ ലഭിച്ച ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും ലഭിച്ചതാണ്, ചോദിച്ചു വാങ്ങിയ ജ്ഞാനം എന്നാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള പ്രായോഗിക മാർഗനിർദ്ദേശം ഈ സദൃശവാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന്റെ വാക്കുകൾ സ്വീകരിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ നിങ്ങളുടെ ഉള്ളിൽ സംഭരിക്കുക എന്ന ഉദ്ബോധനത്തോടെയാണ് സദൃശവാക്യം 2-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത്. വെറുമൊരു നിരീക്ഷകൻ എന്ന നിലയിൽ മാത്രമല്ല, പഠനത്തിന്റെയും വളർച്ചയുടെയും പ്രക്രിയയിൽ പങ്കാളി എന്ന നിലയിൽ ദൈവവചനവുമായി സജീവമായി ഇടപഴകേണ്ടതിന്റെ ആവശ്യകതയെ ഈ ആഹ്വാനം ഉയർത്തിക്കാട്ടുന്നു. സദൃശവാക്യം 2-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. സദൃശവാക്യം 2-ാം അധ്യായം 4-ഉം 5-ഉം വാക്യം, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങൾ പോലെ തിരയുന്നു എങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും.
യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യഹോവയാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത് എന്നാണ്. ജ്ഞാനത്തിനായുള്ള അന്വേഷണത്തിൽ സ്ഥിരോത്സാഹത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും മൂല്യം ഇവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് നമ്മുടെ പരമാവധി പരിശ്രമത്തിന്റെയും സമർപ്പണത്തിനുമായി നാം പരിപോഷിപ്പിക്കുകയാണെങ്കിൽ ദൈവികമായ ജ്ഞാനം ദാനമായി ലഭിക്കും എന്നാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ജ്ഞാനത്തിന്റെ ആത്യന്തികമായ ഉറവിടം ദൈവമാണെന്നും തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് വിവേകം നൽകുന്നത് ദൈവമാണെന്നും സദൃശവാക്യം 2-ാം അധ്യായം 6 പറയുന്നു. നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം എല്ലാം ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. നാം അത് അന്വേഷിച്ചാൽ മാത്രമേ നമുക്കത് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. സമ്പൂർണമായ ഒരു ജ്ഞാനമാണ് ദൈവം നൽകുന്നത്. നാം ഇവിടെ ഡിവോഷനുകൾ എടുക്കുമ്പോൾ 1-ാമത്തെ ദിവസം പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അത് അളവില്ലാത്തതാണ് എന്ന് ഒരു ചെറിയൊരു കഥകളിലൂടെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായി. നാം നോക്കുമ്പോൾ ഒരു ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ആ ബോട്ടിനകത്ത് നമ്മൾ കുറേ വലിയ കല്ലുകൾ ഇടാറുണ്ട്. ആ കല്ലുകൾ ഇടുമ്പോൾ നാം വിചാരിക്കാറുണ്ട് ഇത് നിറഞ്ഞ് കവിഞ്ഞ് കഴിയുമെന്ന്. എന്നാൽ വീണ്ടും അത് കുറച്ച് മണൽത്തരികളിലൂടെ ഇടാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അതും ഇട്ട് കഴിയുമ്പോൾ വീണ്ടും വെള്ളം ഒഴിക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അതുപോലെയാണ് ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. നിറഞ്ഞ് കവിയുന്ന ഒരാളാണ്. നാം എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ ജ്ഞാനം ഇത്രയും മതി, കുറച്ച് കിട്ടുമ്പോൾ നാം വിചാരിക്കും ഇത് നിറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ അങ്ങനെയല്ല. വീണ്ടും വീണ്ടും തരാൻ സന്തോഷവാനാണ് കർത്താവായ യേശുക്രിസ്തു. ആ ദൈവത്തോട് നാം ജ്ഞാനം ചോദിച്ചു വാങ്ങേണ്ടതാണ്. ജ്ഞാനം കേവലം ഒരു ആശ്രയമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു പരിവർത്തന ശക്തിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നാം ജ്ഞാനത്തിൽ വളരുമ്പോൾ നാം അസംഖ്യം അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ദൈവത്തിന്റെ ജ്ഞാനത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന സവിശേഷത ഉള്ളവരായിരിക്കണം നാം എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 18 വരെയുള്ള ഭാഗത്ത് ജ്ഞാനത്തിന്റെ പ്രയോജനങ്ങളുടെ വ്യക്തമായ ഒരു ചിത്രം അവിടെ വരച്ചു കാട്ടുന്നു. അത് വെള്ളിയേക്കാൾ വിലയേറിയതും സ്വർണത്തേക്കാൾ വലിയ മൂല്യമുള്ളതാണെന്നുമാണ് വിവരിക്കുന്നത്. അത് നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്നു എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഭൗതിക സമ്പത്തിന് കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഒന്നാണ് ജ്ഞാനം എന്ന് പറയുന്നത്. മാത്രവുമല്ല, ജ്ഞാനം നീതിയുടെയും സമൃദ്ധിയുടെയും ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. നീതിയുടെ പാതകളിലൂടെ നമ്മെ നയിക്കുകയും ദോഷങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നന്മ തിന്മകളെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്നുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമതായി, ജ്ഞാനം നമ്മുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും രൂപപ്പെടുത്തുന്നു എന്ന് നാം മനസ്സിലാക്കുക. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-18 വാക്യം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിധിച്ച് നീതി എന്ന ഫലം കൊയ്യും. അവിടെ പറയുന്നത് ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ അത് നിർമ്മലമായതാണ്, സമാധാനമുള്ളതാണ്, ശാന്തതയുള്ളതാണ്. നമുക്ക് അനുസരണം എങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നാം അപ്പോൾ വേദപുസ്തകം വ്യക്തമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഗുണങ്ങളെല്ലാം ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് നിലകൊള്ളുന്നത്. പലപ്പോഴും നാം സ്വാർത്ഥ മോഹവും അസൂയയും കലഹവും കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് നയിക്കുന്നവരാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സ്വാർത്ഥ മോഹങ്ങളും അസൂയയും പിണക്കവും കലഹവും എല്ലാം തന്നെ നമ്മിൽ നിന്ന് മാറിപ്പോകുമെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ മനോഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലും നാം കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനായിട്ട് നാം ശ്രമിക്കും. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിലൂടെ പ്രാവർത്തികമാക്കുവാനായിട്ട് നാം ശ്രമിക്കണം. നമുക്ക് ചുറ്റുമുള്ളവരോട് ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കുവാനായിട്ട് നാം ശ്രമിക്കണം. കൂടാതെ ശരിയും തെറ്റും സത്യവും അസത്യവും തമ്മിൽ വിവേചിച്ചറിയുവാനായിട്ട് ജ്ഞാനം നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ അനുഗ്രഹങ്ങൾക്കും സ്വഭാവ സവിശേഷതകൾക്കും പുറമെ ലക്ഷ്യത്തിലുള്ള ഒരു മനോഹര ജീവിതം നയിക്കാൻ ജ്ഞാനം നമ്മെ പ്രാപ്തരാക്കുന്നു. നാം ആദ്യം ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഔദാര്യമായി ലഭിക്കും എന്നാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജ്ഞാനം എങ്ങനെയാണ് പ്രായോഗികമാകുന്നത് എന്ന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ കാണുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം.
എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. നാം ജ്ഞാനത്തെ പറ്റിയെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ എപ്പോഴും നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം. നാം ആ കേട്ട കാര്യങ്ങൾ നാം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുന്നവരായി നാം മാറണം എന്നാണ് അവിടെ മനസ്സിലാക്കി തരുന്നത്. നാം മാനുഷിക ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ, മറ്റുള്ളവരുമായി നാം ഇടപഴകുമ്പോൾ നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിൽ എന്തെല്ലാം വ്യത്യസ്തതകളുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ക്രിസ്തീയ പൈതലാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയെല്ലാമാണ് നാം അത് പ്രതിഫലിപ്പിക്കേണ്ടത് എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. നാം ശ്രദ്ധയോടെ കേൾക്കാനും സത്യസന്ധമായി സംസാരിക്കാനും സ്നേഹത്തിൽ പരിഹാരം തേടാനും ജ്ഞാനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നാം അതിവേഗതയുള്ള സംസാരമില്ലെന്ന് നാം ഒഴിവാക്കി നമ്മോട് ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നാം അങ്ങനെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ആൻസറുകൾ പറയുകയാണെങ്കിൽ അത് നമ്മിലൂടെയുള്ള ജ്ഞാനമാണ് പുറപ്പെടുവിക്കുന്നത്. വ്യക്തിപരമായ അഹങ്കാരത്തെക്കാൾ ബന്ധങ്ങളെ വിലമതിക്കാനും നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് കൃപയും ക്ഷമയും നൽകുവാനും ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ നമ്മുടെ വിഭവങ്ങൾ വിവേകത്തോടെയും ഉദാരമായി കൈകാര്യം ചെയ്യാൻ ഈ ജ്ഞാനം നമ്മെ പ്രേരിപ്പിക്കുന്നു. നാം ഒരു ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ നമ്മുടെ മനോഭാവങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മിലൂടെ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം എങ്ങനെയാണ് പുറപ്പെടുവിക്കേണ്ടത് എന്ന് നമ്മിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കണം. നാം എപ്പോഴും ഉത്സാഹമുള്ളവരായും നമ്മുടെ ജീവിതത്തിൽ ദൈവിക ജ്ഞാനത്തെ പ്രതിഫലിപ്പിക്കുന്നവരും ആയിരിക്കണം. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ പ്രയോജനത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നാം ജ്ഞാനത്തിലൂടെ മറ്റുള്ളവരെ നാം ഉദ്ഘോഷിപ്പിക്കണം. ജ്ഞാനം നമ്മുടെ ശാരീരികവും വൈകാരികമായ ക്ഷേമത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ ശരീരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ആലയമായി അംഗീകരിച്ചുകൊണ്ട് വിശ്രമം, വ്യായാമം, സ്വയം പരിചരണം എന്നിവയ്ക്ക് നാം മുൻഗണന നൽകണം. നമ്മുടെ ആത്മീയ വളർച്ചയുടെ യാത്രയിൽ ജ്ഞാനം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, നാം ചോദിച്ചു വാങ്ങുന്ന ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം ലഭിക്കും. നാം ആരാണ് എന്നും നമ്മിലൂടെ മറ്റുള്ളവർ എന്താണോ ആഗ്രഹിക്കുന്നത് എന്നും നമുക്കൊരു അവബോധനം ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നാം എപ്പോഴും നമ്മെ തന്നെ സ്വയം തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം നമ്മൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ആരാണ്, സഹോദരങ്ങൾ ആരാണ്, ഫ്രണ്ട്സ് ആരാണ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നാം സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഓഫീസുകളിലേക്കും പോകുമ്പോൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാറുണ്ട്. ആ പ്രലോഭനങ്ങളിൽ നിന്നും നാം അകന്നു മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകുന്ന ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നാം എപ്പോഴും ദൈവിക ജ്ഞാനം ഉള്ളവരായി തന്നെ പരിവർത്തിക്കണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ജ്ഞാനം തിരുവെഴുത്തുകളുടെ പഠനത്തിനും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലേക്കും നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന ഒന്നാണ്. ധൈര്യവും ത്യാഗവും ആവശ്യമായി വരുമ്പോൾ പോലും ദൈവഹിതം വിവേചിച്ചറിയാനും അവന്റെ നേതൃത്വം പിന്തുടരാനും നമ്മെ ജ്ഞാനം പ്രാപ്തരാക്കുന്നു. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ പോലെ പ്രശ്നങ്ങൾ ധാരാളം വരുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വേരൂന്നിയവരായി നാം ഉറച്ചു നിൽക്കുകയും പാറമേൽ അടിസ്ഥാനമിട്ടതുപോലെ നമ്മുടെ ഭവനം പണിതുയർത്തുകയും നാം ചെയ്യണം. ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ. ജ്ഞാനം ദൈവത്തിൽ നിന്നുള്ള ദാനമാണെന്നും സമർത്ഥമായ ജീവിതത്തിലേക്കുള്ള വഴിയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ജ്ഞാനം നേടുന്നതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ജ്ഞാനത്തിൽ വളരുമ്പോൾ ഇരുട്ടിൽ വെളിച്ചമായി പ്രകാശിക്കുന്നവരായും എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ യേശുക്രിസ്തുവിലേക്ക് ആനയിക്കുന്ന ഉപകരണങ്ങളായും നമുക്ക് വർദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അവിടെ കാണുന്നത്, നിങ്ങളിൽ ഒരുത്തന് ഞാൻ കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നമുക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നാം വിഷമിച്ചിരിക്കാതെ നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കാശിലൂടെ അല്ല തരുന്നത്, പിന്നെ ദൈവം ഔദാര്യമായിട്ടാണ് നൽകുന്നത് എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ സ്വർഗീയ പിതാവ് എന്ന് പറയുന്നത് സൽഗുണ സമ്പൂർണ്ണനാണ്. ആ സൽഗുണ സമ്പൂർണ്ണൻ നമുക്ക് ജ്ഞാനം ഔദാര്യമായി നൽകുന്നു. ദൈവം ആ ജ്ഞാനം നമുക്ക് നൽകുവാനായിട്ട് സന്തോഷവാനുമാണ്. നാം ദൈവത്തിനും ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ ഗ്രാഹ്യത്തിനായി ശ്രമിക്കുകയും ജ്ഞാനം മറിഞ്ഞിരിക്കുന്ന ഒരു നിധി പോലെ സ്ഥിരമായി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക.
ആ മറിഞ്ഞിരിക്കുന്ന നിധിയെ അന്വേഷിക്കുവാനായിട്ട് നാം ശ്രമിക്കാറുണ്ടോ? നമ്മുടെ ജീവിതങ്ങൾ ഈ ഒരാഴ്ചത്തെ കാലത്തെ VBSന് ശേഷം ജ്ഞാനത്തിൽ വളരാം എന്ന ചിന്താവിഷയത്തിൽ അധിഷ്ഠിതമായി നാം ജീവിക്കുമ്പോൾ ജ്ഞാനം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? ആ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായാണോ നാം ജീവിക്കുന്നത്? നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. കുറെ കാര്യങ്ങൾ ജ്ഞാനത്തെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇതെല്ലാം വേദപുസ്തകവുമായി ബന്ധപ്പെടുമ്പോൾ നാം സദൃശവാക്യം 4-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, നാം കേട്ടതായ കാര്യം എല്ലാം തന്നെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിക്കണമെന്ന്. ഹൃദയത്തിൽ ഒരു കോണിലോ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണമെന്നല്ല വേദപുസ്തകം പറയുന്നത്. ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിക്കണമെന്നാണ്. എന്നാൽ ഈ നടുവിൽ സൂക്ഷിച്ചതായ കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് വേദപുസ്തകം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. കുറെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു, നാം അതെല്ലാം ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചും കഴിഞ്ഞു. ഇനി നാം ചെയ്യേണ്ടത് അത് ദിനംപ്രതി ശരി തന്നെയോ എന്ന് പരിശോധിക്കണം. ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അത് എന്താണ്, വേദപുസ്തകം അടിസ്ഥാനമായി ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നാം ഓരോരുത്തരും വേദപുസ്തകം വ്യക്തമായി പഠിക്കണം. അപ്പോസ്തല പ്രവൃത്തി 17-11 പറയുന്ന പോലെ അത് ദിനംപ്രതി ശരി തന്നെയോ എന്ന് നാം പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ദിനംപ്രതി ശരി തന്നെയോ എന്ന് പരിശോധിച്ച കാര്യങ്ങളിൽ അടുത്ത പടി എന്ന് പറയുന്നത് ലൂക്കോസ് 2-ാം അധ്യായം 19-ാം വാക്യം. നാം അത് ധ്യാനിക്കണം. ഒരു ദിവസമല്ല, ദിവസവും നാം ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് കൂടുതലായുള്ള കാര്യങ്ങൾ ആ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കും. അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈ ധ്യാനിച്ചതായ കാര്യങ്ങൾ പിന്നെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. 2 തിമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ, നിങ്ങൾ പഠിച്ചതും ധ്യാനിച്ചതുമായ കാര്യങ്ങളിൽ നിലനിൽക്കണം. നാം എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞു, നമ്മുടെ ഹൃദയത്തിന് നടുവിൽ സൂക്ഷിച്ചു, അത് ശരി തന്നെയോ എന്ന് പരിശോധിച്ചു, അത് ധ്യാനിച്ചു കഴിഞ്ഞതിന് ശേഷം നാം ചെയ്യേണ്ടത് അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നാം എപ്പോഴും നിലകൊള്ളുന്നവരായിരിക്കണം. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ നാം ചെയ്ത് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത്. സദൃശവാക്യം 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം പറയുന്നു, നീ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നിന്റെ യാത്രയിലും നിന്റെ പോക്കിലും വരവിലും എല്ലാം ദൈവം നമ്മെ കാക്കും എന്ന്. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതങ്ങളിലുണ്ടോ? നാം ചെയ്യുന്ന കാര്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിലാണോ ചെയ്യുന്നത്? നാം ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതങ്ങൾ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? നാം സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ എന്തെങ്കിലും ദൈവത്തെ അനിഷ്ടമായുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടോ? നമ്മുടെ പ്രവൃത്തികളിൽ വന്നു പോയിട്ടുണ്ടോ? നാം ചിന്തിച്ചു നോക്കാം. ഈ VBS വന്നതിലൂടെ എനിക്ക് ജ്ഞാനത്തിൽ വളരുന്നതിനും ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ഞാൻ ചോദിച്ചു വാങ്ങുന്നതിനും എനിക്ക് ഇടയായി എന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും ദൈവിക ജ്ഞാനം നിറഞ്ഞവരായി, പ്രലോഭനങ്ങളിൽ വീഴാതെ സ്വയം തിരിച്ചറിയുന്നവരായി, എപ്പോഴും നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ജീവിതം മുമ്പോട്ട് നയിക്കുന്നവരായി ഇരിക്കുവാൻ വലിയവനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.